ഹായ് ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു രാവിലെ തൊട്ടുള്ള ഉച്ചവരെയുള്ള പരിപാടികളാണ്. ചെറിയ രീതിയിലൊന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ രാവിലെ തന്നെ ഒന്ന് എളുപ്പം ഉള്ള ഒരു പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഉപ്പുമാവ് ആകുമ്പോൾ കറിയൊന്നും വേണ്ടല്ലോ, പഴം ഇരിപ്പുണ്ട്. അപ്പോൾ പിള്ളേരും കഴിക്കുന്നതാണ് ഈ ഉപ്പുമാവ് എന്ന് പറയുന്നത്. അപ്പം പിന്നെ അതിനുള്ള സവാള, ഇഞ്ചി, പച്ചമുളകും എല്ലാം അരിഞ്ഞ് അതൊന്ന് വഴറ്റി എടുത്തിട്ട് ഇച്ചിരി ഉലുവാപ്പൊടിയും ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് അത് തിളച്ച് വരുമ്പോൾ വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോഴത്തേക്കിന് റവയും പിന്നെ ഇച്ചിരി തേങ്ങയും ചേർത്ത് അതൊന്ന് ഇളക്കി അത് മിക്സ് ചെയ്തെടുത്തു. ചില സമയത്ത് ഞാൻ ക്യാരറ്റൊക്കെ ചേർക്കാറുണ്ട്. ഇപ്പോൾ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്നാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം പിന്നെ എനിക്കും കുഞ്ഞിനും ഉള്ള പാല് തിളപ്പിച്ചു. എനിക്ക് പാലല്ല, അവന് പാലും എനിക്ക് കോഫിയാണ്. അപ്പം ഞാൻ കോഫി റെഡിയാക്കി അവന് പാലും കൊടുത്തു. അതിനുശേഷം കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പൊടിമോൻ ഇച്ചിരി പ്രശ്നമായിരുന്നു. അപ്പം പിന്നെ ഉച്ചക്കത്തേക്കുള്ള തോരനും ഇച്ചിരി എന്തെങ്കിലും ഒരു ഒഴിച്ച് കറിയും ഉണ്ടാക്കിയാൽ മതി. ഇന്നലെ വെച്ച ബീഫ് റോസ്റ്റ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എളുപ്പപ്പണിക്ക് തോരനും ഒരു ഒഴിച്ചുകറിയും വെച്ചാൽ മതിയല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ആദ്യമായിട്ടാണ് വീട്ടിൽ വയലറ്റ് ക്യാബേജ് വാങ്ങിക്കുന്നത്. അപ്പം ക്യാബേജ് പെട്ടെന്ന് തന്നെ ചോപ്പറിനകത്തിട്ട് ചോപ്പ് ചെയ്ത് ഇങ്ങനെ എടുത്തു. അത് ഇങ്ങനെ ഇട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല കുനുകുനാന്നരിഞ്ഞ് കിട്ടും. ഇച്ചിരി എളുപ്പമാണ്. കൈ കൊണ്ട് ചെയ്യുമ്പോൾ ഇച്ചിരി കുത്തി അരിഞ്ഞുകൊണ്ടിരിക്കണ്ടേ, ഒത്തിരി സമയം എടുക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ആദ്യം വലിക്കുമ്പോൾ ഇച്ചിരി ഒരു ടഫ് ഉണ്ടാകും, പിന്നെ നമുക്കത് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞൂസ് വന്നിട്ടൊക്കെ നിങ്ങളുടെ ക്യാമറയെ നോക്കിയിട്ട് നിങ്ങളോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം, പറയണമെന്ന്. പക്ഷേ അവൻ പറയത്തില്ല. അവൻ്റേതായിട്ടുള്ള എന്തൊക്കെയോ കോഷ്ടികൾ കാണിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ വിചാരിച്ചു ആ തോരനിടാനുള്ളൊരു സവാള അരിഞ്ഞിടുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ തേങ്ങ ഒന്നും ചതച്ചിടാതെ ചെയ്യുമ്പോൾ ഞാനൊരു സവാളയും ചോപ്പ് ചെയ്ത് ഇങ്ങനെ ഇടാറുണ്ട്. അങ്ങനെ സവാള ഇങ്ങനെ ചെയ്ത് ചോപ്പറിനകത്തിട്ട് ചോപ്പ് ചെയ്തിടുന്നുണ്ട്. അപ്പോഴത്തേക്കിനും ഞാൻ നേരത്തെ ചോറിട്ടിട്ടുണ്ട്. ഗ്യാസിലിരിക്കുന്നത് ചോറാണ്. അപ്പം സവാള അരിഞ്ഞിട്ടു. അതിനുശേഷം അതിനുള്ള തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. തേങ്ങ എല്ലാം അതിൻ്റെ ഇടയ്ക്ക് പച്ചമുളക് അരിഞ്ഞിട്ട് അതിനകത്ത് ഇങ്ങനെ തേങ്ങ ഒന്നും ചതച്ചിടാത്തപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നത് ഇങ്ങനെയാണ്. തേങ്ങയും തിരുമ്മിയിട്ട് അതിനുള്ള പൊടികളെന്ന് വെച്ചാൽ ചെറിയ ജീരകവും ഉപ്പും കൂടെ ചേർത്ത് പച്ചമുളകും തേങ്ങയും എല്ലാം ഒരുമിച്ചിട്ടിട്ട് ഒന്ന് ഞവടി അതങ്ങ് കടുക് വറുത്തെടുക്കുകയും ചെയ്തോളൂ പെട്ടെന്ന് ചെയ്യുമ്പം. അല്ലാതെ ചെയ്യുമ്പോൾ നമ്മൾ മറ്റേ ചെറിയ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചതച്ച് തേങ്ങയും എല്ലാം കൂടെ ചതച്ച് അങ്ങനെയാണ് ഇടുന്നത്. ഇതിപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് ചതയ്ക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അവന് തേങ്ങ തിരുമുന്ന സ്ക്രാപ്പറിനകത്ത് അവൻ ചെയ്തു തരാം, അമ്മ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെന്നെ വന്ന് ഹെൽപ്പ് ചെയ്യുവാണ്. ഇങ്ങനെ കറക്കണം, സ്പീഡിൽ കറക്കുമ്പോൾ പെട്ടെന്ന് തേങ്ങ അതിനകത്തുനിന്ന് വരുമെന്നൊക്കെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇനി അത് അവൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് വില പറയുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ അത് പിടിച്ച് വാങ്ങിച്ചു വെച്ചു. പിന്നെ അതിനകത്ത് ഞാൻ ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതൊന്ന് ഞവടി അത് പെട്ടെന്ന് അടുപ്പേലാക്കാനുള്ള പരിപാടിയിലാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവൻ്റേതായിട്ടുള്ള കോഷ്ടുകളൊക്കെ പിന്നെയും കാണിക്കാൻ തുടങ്ങി. പിന്നെ അവൻ്റെ സ്നേഹപ്രകടനങ്ങളാണ്. ഇടയ്ക്ക് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനിങ്ങനെ അടുക്കളയിൽ വന്നിരുന്ന് ഒരു കെട്ടിപ്പിടുത്തവും കാര്യം പറച്ചിലും ഒക്കെ ഉണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ അടുപ്പേ വെക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചു, കടുക് വറുത്തു. എന്നിട്ട് നമ്മുടെ ക്യാബേജ് അതിനകത്തോട്ട് ഒഴിക്കുമല്ലോ ഇട്ടു. എന്നിട്ട് ഞാനത് പെട്ടെന്ന് തന്നെ റോസ്റ്റ് ചെയ്തെടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് റെഡിയായി കിട്ടും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ത് ചെയ്യും ഇനിയും കറിക്കുന്നത്. അപ്പം പെട്ടെന്ന് കേട് കണ്ടു. അപ്പം പച്ചമോരാക്കാമെന്ന് വെച്ച് അതും പെട്ടെന്ന് തന്നെ റെഡിയാവുമല്ലോ. അത് പിന്നെ ഒന്ന് ഉടച്ചെടുത്തുകൊണ്ട് വന്നു. പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി, പച്ചമോര് റെഡിയായി. അത് ഉടച്ചു വെച്ച് പാത്രങ്ങളെല്ലാം കഴുകി പെട്ടെന്ന് തന്നെ ക്ലീനിങ്ങും പരിപാടികളും എല്ലാം പെട്ടെന്ന് തന്നെ ശടപടിയായി. അതിനിടയ്ക്ക് തോരൻ അപ്പത്തേക്കിന് റെഡി ആയിട്ടുണ്ട്, ചോറും റെഡി ആയിട്ടുണ്ട്. അപ്പം പിന്നെ അത് ഒന്ന് ഉപ്പ് കുറവുണ്ടായിരുന്നു, ഉപ്പും റെഡിയാക്കി. ക്ലീനിങ്ങും പരിപാടികളും തൂത്തുവാരലും തുടയ്ക്കലും അതിൻ്റെ ഇടയ്ക്ക് നടന്നു. കുളിച്ചിട്ട് വന്ന് ഫുഡും കഴിച്ചു. ഓക്കേ.